ഇവിടെ ഞാൻ ഷിജു ഖാനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ ആകുമ്പോഴും റോണി ഞാൻ വരാം, ഇന്നലെയും ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ടാണ് സബ്ജക്റ്റിലേക്ക് കുറച്ചുകൂടി പോകാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ സത്യത്തിൽ CPM-നെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് വേറെ നിലയിൽ നോക്കാവുന്നതല്ലേ? ഇത് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് എന്ന ഒരു വലിയ നേട്ടം സർക്കാരിനെ സംബന്ധിച്ച്, സർക്കാരിനെ മുന്നണിയെ സംബന്ധിച്ച് പറയാം. എന്നാൽ അതേസമയം തന്നെ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഏറ്റവും അധികം സഹായം CMRL ചെയ്തു കൊടുത്തത് ആരാണ് എന്നൊരു ചർച്ച ഈ ഹർജി മൂലം കൂടുതൽ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ മൂലം രൂപപ്പെട്ടില്ലേ? അത് കുറേ കൂടി ജനങ്ങളിലേക്ക് എത്തിയില്ലേ? AK ആൻ്റണിയുടെയും അതുപോലെ K കരുണാകരൻ്റെയും ഒക്കെ സർക്കാരുകൾ, ഉമ്മൻചാണ്ടിയുടെയും UDF സർക്കാരുകൾ CMRL ചെയ്തിട്ടുള്ള വലിയ സേവനങ്ങൾ, അവർക്ക് അനുകൂലമായ സേവനങ്ങൾ, ആ കാലത്ത് അതിനെതിരെ ആലപ്പുഴയിൽ നടന്ന വലിയ സമരങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖലയിലെ ഖനനം എന്ന തീരുമാനം പോലും നടപ്പാക്കാൻ കഴിയാതെ പോയത്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാങ്ങിച്ച ഭൂമിയുണ്ടല്ലോ, ആ ഭൂമി അതിന് അനുമതി കൊടുത്തത്, അതിന് വേണ്ട സാഹചര്യം ഒരുക്കിയത് UDF സർക്കാരിൻ്റെ കാലത്ത്, അതുപോലെ തന്നെ ഈ പറഞ്ഞ KSFDC വ്യവസായ വകുപ്പിൻ്റെ സ്ഥാപനം വഴി ശശിധരൻ കർത്തായുടെ സ്ഥാപനത്തിൽ ഷെയർ എടുപ്പിച്ചത്, അത് കൂട്ടിയത് UDF സർക്കാരിൻ്റെ കാലത്ത്, അതുപോലെ തന്നെ അതിന് പ്രത്യുപകാരമായി കോടികൾ വാങ്ങിയത് UDF നേതാക്കളെന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്, ഇതെല്ലാം ജനങ്ങളിലേക്ക് കുറേ കൂടി എത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതിനും കുഴൽനാടൻ്റെ ഈ നിയമനീക്കം മറ്റത് രാഷ്ട്രീയാരോപണമാണ് എന്ന പ്രശ്നമുണ്ട്. പക്ഷേ കോടതിയിലേക്ക് പോയതോടെ, കോടതി അതാകെ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതോടെ LDF-നെ സംബന്ധിച്ച് ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് കുറേ കൂടി വ്യക്തത വരുത്തുന്നതിനും സർക്കാർ പറയുന്നത് ആ വിധത്തിൽ ജനങ്ങൾക്ക് കുറേ കൂടി ബോധ്യം വരുന്നതിനും ഇടയാക്കിയോ ഷിജു ഖാൻ? ശ്രീ ശരത്, അങ്ങയുടെ അവതരണത്തിൽ ഒരു കാര്യം അങ്ങ് പറയുകയുണ്ടായി. ഇന്നലെയും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണെന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധി 1-2 ദിവസം ചർച്ച ചെയ്താൽ പോരാ ശ്രീ ശരത്. കഴിയുമെങ്കിൽ ഒരാഴ്ച ഈ കേരളം ഈ വിഷയം ചർച്ച ചെയ്യണം, ഇതിലെ ഓരോ വരിയും ചർച്ച ചെയ്യണം. ഞാനത് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, തെളിവിൻ്റെ ഒരു കണികയോ പിൻബലമോ പോലുമില്ലാതെ മനോരമ പോലൊരു പത്രം എഴുന്നള്ളിച്ച നുണയെ ഏറ്റുപിടിച്ച് മാത്യു കുഴൽനാടൻ എന്ന ജനപ്രതിനിധി നടത്തിയ ദുഷ്ടലക്ഷ്യത്തോടു കൂടിയ ഒരപസർപ്പക കഥയെ അനുസ്മരിപ്പിക്കുന്ന തെറ്റായ വാർത്തകളെ എത്ര ദിവസമാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ കൊണ്ടാടിയത്? പുതുപ്പള്ളി ഇലക്ഷൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ CPIM-നെയും സഖാവ് പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും മകളെയും അങ്ങേയറ്റം മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള വാർത്താ പരമ്പരകളല്ലേ നമ്മുടെ മാധ്യമങ്ങൾ എഴുന്നള്ളിച്ചത്? അവതാരകന്മാർ, നിങ്ങൾ ശ്രീ ശരത്ത് ചിലപ്പോൾ ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് അങ്ങ് വിട്ടുപോയേക്കും, പക്ഷേ ഞങ്ങൾക്കൊന്നും അത് വിട്ടുപോകാൻ കഴിയില്ല. മുഖ്യധാര ചാനലുകളിലെ അവതാരകന്മാർ മാധ്യമ നൈതികതയുടെ അടിസ്ഥാന പാഠം പോലും മറന്നുകൊണ്ട് കേരളത്തിൽ കൈരളി ഒഴികെയുള്ള മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെയും മകളെയും കുടുംബത്തെയുമൊക്കെ എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറഞ്ഞത്. അവരൊക്കെ എവിടെ പോയി എന്നാണ് ശരത്തെ ഞാൻ ആലോചിക്കുന്നത്. അവരൊക്കെ മാപ്പ് പറയണം കേരളത്തോട്. 2 കമ്പനികൾ നടത്തിയ ഒരു സർവീസിൻ്റെ നിയമപരമായ ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ അതിനെ പിന്നെ ചൂണ്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളുമൊക്കെ ഗുരുതരമായ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് യാതൊരു തെളിവുമില്ലാതെ നമ്മുടെ മാധ്യമങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടന് മാത്രമല്ല, മാത്യു കുഴൽനാടനെ ആഘോഷിച്ച കേരളത്തിലെ കൈരളി ഒഴികെയുള്ള മുഖ്യധാര ചാനലുകൾക്ക് അവരുടെ കഴുത്തിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ് ഈ കോടതി വിധി എന്ന് എനിക്ക് പറയേണ്ടി വരും. ശ്രീ ശരത്ത് അങ്ങനെ പറയണമെന്ന് ഞാൻ വാശി പിടിക്കില്ല, അങ്ങ് ജേർണലിസ്റ്റാണ്. 2, ഈ കോടതി വിധിയിൽ ഓരോന്നായി ചൂണ്ടിക്കാണിക്കുകയല്ലേ. എവിടെയാണ് അഴിമതി നടന്നത്? ഇതിൽ സർക്കാരിന് എന്ത് പങ്കാണ് ഉള്ളത്? മുഖ്യമന്ത്രിക്ക് ഇതിൽ എന്ത് പങ്കാണ് ഉള്ളത്? നിയമവിരുദ്ധമായി ഏത് കാര്യമാണ് ഇവിടെ നടന്നത്? ഇത് രാഷ്ട്രീയ പ്രേരിതമല്ലേ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഈ കേരളം ഏറ്റവും ശ്രദ്ധയോടുകൂടി ഈ വിധി കാത്തിരിക്കുകയാണ്. കോടതി നിസ്സംശയം വളരെ സൂക്ഷ്മമായി
പരിശോധിച്ച് പുറപ്പെടുവിച്ച വിധിയാണ്. ഒരു തെളിവിൻ്റെ ഒരു കഷണം കൊണ്ടുവരാനോ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു കാര്യമായി നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ഓക്കെ. അതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ യഥാർത്ഥത്തിൽ ശ്രീ മാത്യു കുഴൽനാടനെ പോലുള്ള ആളുകൾ രാഷ്ട്രീയ വിരോധം തീർക്കാനും വൈരാഗ്യം തീർക്കാനും പിണറായിയെയും അദ്ദേഹത്തിൻ്റെ മകളെയുമൊക്കെ എത്ര ഗുരുതരമായ ആക്ഷേപങ്ങളാണ്, വ്യാജമായ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. അതിനെല്ലാം ലഭിച്ചിട്ടുള്ള വലിയ മറുപടിയാണ് കോടതി വിധി. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ മുഖ്യധാര ചാനലുകളുമൊക്കെ മാപ്പ് പറയണം. അതുകൊണ്ട് ശ്രീ ശരത്തെ ഒരാഴ്ച കൂടി നിങ്ങൾ ഈ വിഷയത്തിൽ കോടതി വിധിയുടെ പ്രസക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ശരി, തീർച്ചയായും അത് ഓരോ വരിയും എടുത്ത് ചർച്ച ചെയ്യാനുള്ളതുണ്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഡോക്ടർ ഷിജു ഖാൻ താങ്കൾ പറഞ്ഞതിൽ.